ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കലരി കൊണ്ട് എങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കാമെന്നാണ്. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിൽ കുറച്ച് ഉണക്കലരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി നമുക്ക് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം. എന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എടുക്കാം. അതിലും നമ്മൾ ഉണക്കലരി കഴുകി നമ്മൾ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വേവട്ടെ. എന്തായാലും നമ്മുടെ അരിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കാം. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ടൊന്ന് നെയ്യ് ഇതിലേക്ക് ഒന്ന് യോജിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 1/2 ലിറ്റർ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിൽ നമുക്ക് പഞ്ചസാരയും അതുപോലെ ഏലക്ക നമുക്ക് ചതച്ച് ഇടാം. എന്തായാലും നമ്മുടെ അരിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് നമുക്ക് ഒഴിക്കാം. ഒരു കൈ കൊണ്ട് നമ്മൾ പാൽ ഒഴിക്കുന്നതുകൊണ്ട് ഒരു കയ്യിൽ ക്യാമറയാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. എന്തായാലും പാൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നന്നായിട്ട് അത് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ നമുക്ക് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് നേദിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിത് ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. പപ്പടമൊക്കെ കൂട്ടി ഒരു ടേസ്റ്റുള്ള ഉണക്കലരി നമ്മുടെ പാൽപ്പായസമാണ്. എന്തായാലും നമ്മുടെ പാൽപ്പായസം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്കിടാം. നമ്മൾ മധുരം വേണമെങ്കിൽ നമുക്ക് കൂടുതലിടാം. മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. നമ്മൾ അധികം ഇടുന്നില്ല ഇതിനകത്ത്. എന്തായാലും നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് യോജിച്ച് പഞ്ചസാരയൊക്കെ യോജിച്ച് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏലക്ക ചതച്ചത് അതിലേക്കിടാം. ഇട്ടിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വയ്ക്കാം. നമുക്ക് 4-5 ഏലക്ക ചതച്ചത് അതിലേക്കിടാം. നമുക്ക് ഏലക്ക പൊടി നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ടാണ് ചതച്ച് നമ്മളിടുന്നത്. പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വയ്ക്കാം. എന്തായാലും നല്ലൊരു ഉണക്കലരിയുടെ പാൽപ്പായസമാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഉണക്കലരി പാൽപ്പായസം ഇവിടെ കുറുകി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാൽപ്പായസമൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു പാൽപ്പായസമാണിത്. എന്തായാലും ഇനിയും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.